ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ചെലവുകൾക്കായി 194 കോടി രൂപ അനുവദിക്കും. കരാറുകാരുടെ കുടിശ്ശിക BDS വഴി കൃത്യതയോടെ നൽകും. ഈ ഇനത്തിൽ ആകെ 3094 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയ 1000 കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ 31 വരെ സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് BDS ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കും. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന 10 പദ്ധതികൾക്കുള്ള കുടിശ്ശിക തീർക്കുന്നതിനായി 88 കോടി 38 ലക്ഷം രൂപ അനുവദിക്കും. വയോമിത്രം 30 കോടി രൂപ, സ്നേഹപൂർവം 43 കോടി 24 ലക്ഷം രൂപ, ആശ്വാസകിരണം 6 കോടി 55 ലക്ഷം രൂപ, സ്നേഹസ്പർശം 25 ലക്ഷം രൂപ, മിഠായി 7 കോടി 99 ലക്ഷം രൂപ, വി കെയർ 24 ലക്ഷം ഇങ്ങനെയാണ് അനുവദിക്കുക. 2025 മാർച്ച് മാസം വരെയുള്ള പുതിയ അപേക്ഷകൾ പരിഗണിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആശ്വാസകിരണം പദ്ധതിക്ക് 55 കോടി രൂപയും സമാശ്വാസം പദ്ധതിക്ക് 3 കോടി 10 ലക്ഷം രൂപയും കൂടി വേണ്ടി വരും. കുടിശ്ശിക ഉൾപ്പെടെ മൊത്തം ആവശ്യമായ 146 കോടി 48 ലക്ഷം രൂപ അനുവദിക്കും. പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പെൻഷൻ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 70 കോടി രൂപ അനുവദിക്കും. ഖാദി ബോർഡ്, കരകൗശല വികസന കോർപ്പറേഷൻ, ബാംബു കോർപ്പറേഷൻ, മരം കയറുന്നവർക്കുള്ള പെൻഷൻ, തോട്ടം തൊഴിലാളികൾക്കുള്ള ധനസഹായം, വൃദ്ധസദന കൗൺസിലർമാർക്കുള്ള ഓണറേറിയം എന്നിവയ്ക്കായി ആകെ 78 കോടി 26 ലക്ഷം രൂപ അനുവദിക്കും. ബജറ്റ് വിഹിതമില്ലാത്ത സുരഭി, ഹാൻവീവ്, ഹാൻഡെക്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക തീർക്കുന്നതിനായി 20 കോടി 61 ലക്ഷം രൂപ നൽകും. ഒരിക്കൽ കൂടി പറയാണ്, 2016 2021 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ 10 വർഷക്കാലത്തെ അനുഭവം. മുൻകാലങ്ങളിലെ പതിവ് മാറ്റി 2021 കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത്. ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് വെക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ, സ്ത്രീ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുമല്ലോ. അത് പറഞ്ഞല്ലോ, അതിൻ്റെ വ്യക്തമായി പറഞ്ഞല്ലോ, കൃത്യമായ വയസ്സ് പറഞ്ഞല്ലോ. അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് വരിക.